BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വൻ വർധന. ഒരു പവന് 2120 രൂപ വർദ്ധിച്ച വില 1,09,800 രൂപയിലെത്തി. ഗ്രാമിന് 265 രൂപ ഉയർന്ന 13,725 രൂപയായി. രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പവന് 1,06,880 രൂപയായിരുന്നു വിപണിയിൽ വ്യാപാരം നടന്നിരുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ച് സ്വർണം വാങ്ങുക എന്നത് കൂടുതൽ ദുഷ്കരമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വരും ദിവസങ്ങളിലും വിലയിൽ സമാനമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന സൂചന. ആഗോളതലത്തിലുള്ള ലഭ്യതക്കുറവ്, വ്യാവസായിക ആവശ്യങ്ങളിലെ വർധന, സുരക്ഷിത നിക്ഷേപം എന്ന നിലയിലുള്ള സ്വീകാര്യത എന്നിവയാണ് വെള്ളി വിലയിലെ ഏറ്റക്കുറച്ചിലുകൾക്കും പ്രധാന കാരണം. ഇന്ത്യയിലെ ഇറക്കുമതി തിരുവയും നികുതി വ്യവസ്ഥകളും ആഭ്യന്തര വിപണിയിൽ വില കൂടാൻ കാരണമാകുന്നുണ്ട്. അതേസമയം സ്വർണം വാങ്ങുമ്പോൾ പണിക്കൂലിയായി 5% മിക്ക ജ്വല്ലറികളും ഈടാക്കുന്നത്. എന്നാൽ ഇത് ചെറുകിട സ്ഥാപനങ്ങളിൽ ഇത് വ്യത്യാസപ്പെടാം. പണിക്കൂലി, GST, ഹാൾമാർക്കിംഗ് നിരക്ക് എന്നിവ സ്വർണ്ണവിലയുടെ കൂടെ ഉൾപ്പെടുത്തണം. ഇതോടെ ഇന്നത്തെ നിരക്കിൽ ഒരു പവൻ സ്വർണം വാങ്ങാൻ 1,25,000 രൂപയെങ്കിലും ഉപഭോക്താവ് നൽകണം. വിവാഹ സീസൺ ആരംഭിക്കാനിരിക്കെ വില ഉയരുന്നത് സാധാരണക്കാരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. സ്വർണ്ണവിലയിലെ ഈ കുതിപ്പ് സംസ്ഥാനത്തെ ആഭരണ വിപണിയെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. മുൻകൂർ ബുക്കിംഗ് നടത്തിയവർക്ക് മാത്രമാണ് അതിൽ നേരിയ ആശ്വാസം ലഭിക്കുന്നത്. വരും ദിവസങ്ങളിലും വില വീണ്ടും ഉയർന്നാൽ സ്വർണ്ണ വിപണിയിൽ വലിയ ഇടിവ് സംഭവിക്കുമെന്നാണ് വ്യാപാരികൾ ആശങ്കപ്പെടുന്നത്. ഗ്രാമീണ മേഖലയിലെ ചെറുകിട സ്വർണ്ണ വ്യാപാരികളെയും ഈ വിലക്കയറ്റം പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ജോർദാനിലെ US താവളങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണവും തുടർന്ന് അമേരിക്ക ഇറാനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നടത്തിയ തിരിച്ചടിയും ഭൗമരാഷ്ട്രീയ അന്തരീക്ഷം വഷളാക്കിയിട്ടുണ്ട്. ഇത്തരം യുദ്ധപ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ വലിയ നിക്ഷേപകർ സ്വർണ്ണത്തിലേക്ക് തിരിയുന്ന വിലയെ പെട്ടെന്ന് ഉയർത്താൻ കാരണമാകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ രാജ്യാന്തര തലത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സ്വർണ്ണവിലയെ നേരിട്ട് സ്വാധീനിക്കും. ഡോളറിന്റെ മൂല്യത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളും സ്വർണ്ണവില നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.